രവി ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ മേജർ രവി, നമ്മൾ രാവിലെ സംസാരിച്ചു എങ്കിൽ പോലും ഇന്ത്യ നൽകിയ മറുപടി അത് പാകിസ്ഥാന്റെ മണ്ണിലുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ, ഭീകര കേന്ദ്രങ്ങളെ തച്ചുടച്ചുകൊണ്ടുള്ള ഒരു മറുപടി, അത് കൃത്യമായും ചുട്ട മറുപടി എന്ന് നമ്മൾ പറയും. അത് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്. ഇത് ഈ 15 ദിവസം അത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന് സമയമായിരുന്നു. ഡെഫിനറ്റായിട്ടും എല്ലാ സമയത്തും ഞാനത് പറയുകയാണെന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ വികാരത്തിന്റെ കൂട്ടത്തിൽ വിവേകം കൂടെ വരുമ്പോഴാണ് ഒരു ഗവൺമെന്റ് ആയിട്ട് വരുന്നത്. ഗവൺമെന്റ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി, ഗവൺമെന്റിന്റെ വികാരമുണ്ട്. അപ്പം ഇതെല്ലാം പ്രിപ്പയർ ചെയ്യണം. നമ്മളിപ്പോൾ ഇന്ന് അടിച്ചപ്പോൾ എന്താണ് ഇതുവരെ പാകിസ്ഥാൻ റിയാക്ട് ചെയ്യായിരുന്നത്? കാരണം എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലായി ഇന്ത്യ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട് ഒരു ലൂസെന്റും വിടാതെയാണ് ഈ അറ്റാക്ക് ഇപ്പം നടത്തിയിരിക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ അവർക്ക് അറിയാവുന്ന ലൂപ്പുകൾ കൂടെ കയറി വന്ന് നമ്മളെ ആക്രമിക്കുമായിരുന്നു. ഇപ്പോൾ വെറും ഷെല്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, അത് യൂഷ്വലാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. പൂഞ്ച് രജൌരി സെക്ടറിലും അതുപോലെ തന്നെ കാർഗിലിന്റെ സെക്ടറിലൊക്കെ പലയിടത്തും ഷെല്ലിംഗ് നടക്കാറുണ്ട്. അപ്പം ഇപ്പം കൊടുത്തിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേര്, അതാണ് ഞാൻ ഇന്ന് കാലത്തിരുന്ന് ഇങ്ങനെ ആലോചിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ. അവിടെ ഇരുന്നിരുന്ന നമ്മുടെ മനസ്സിനകത്തും നിന്ന് മായാതെ കിടക്കുന്ന ആ കുട്ടിയുടെ ഫോട്ടോ, നേവൽ ഓഫീസറിന്റെ ഫോട്ടോ, അവിടെ ആ കുട്ടിക്ക് പോലും അറിയില്ലായിരുന്നു എന്റെ സിന്ദൂരം മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോഴും മരിച്ചു കിടക്കുന്ന ആ ഭർത്താവിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സെൻസുമില്ലാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി അറിഞ്ഞില്ല കുട്ടിയിലെ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞുപോയി എന്നുള്ളത്. ആ മാഞ്ഞു പോയതിനുള്ള ഉത്തരമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് തിരിച്ചങ്ങ് കൊടുക്കുന്നത്. കാരണം എത്രയോ വിധവകളാക്കിയിട്ട് 10-26 പേരുടെ എല്ലാം ഇത് പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരെ നമ്മളങ്ങ് വെടിവെച്ച് കൊല്ലുകയാണ്. കാരണം എത്ര പേരുടെ സിന്ദൂരം ആ ഒരൊറ്റ പേൽഗാമിൽ പോയി. അതുപോലെ എത്ര പട്ടാളക്കാരുടെ ഭാര്യമാരെ വിധവകളാക്കിയിട്ടുള്ള ഈ മിലിറ്റൻസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇവന്മാർക്കുള്ള മറുപടി. ആ പേരിൽ തന്നെ ഞങ്ങളുടെ ഇന്ത്യക്കാര് സ്ത്രീകളുടെ സിന്ദൂരത്തിന്റെ ബലം എന്താണെന്നുള്ളത് കാണിക്കാൻ കൂടിയാണ് ആ സിന്ദൂരത്തിന്റെ പേരിട്ടിരിക്കുന്നത്. അല്ല ഓപ്പറേഷൻ വൺ നൈറ്റ് ജാക്ക് എന്നോ ബ്ലാക്ക് തണ്ടർ എന്നോ അതൊന്നല്ല ഇട്ടിരിക്കുന്നത്. ഇതിനിട്ടിരിക്കുന്ന കറക്റ്റായിട്ടുള്ള പേര്. കാരണം ഇത്രയും പേരെ വിധവയാക്കിയിട്ടുള്ള ആ ക്രൂരന്മാർക്ക് നിങ്ങളുടെ എല്ലാം മണ്ണിൽ വന്നുകൊണ്ട് നിന്റെ അടിയിലിരിക്കുന്ന മണ്ണടക്കം ഞങ്ങൾ എടുക്കും. ഞങ്ങളുടെ സിന്ദൂരത്തിന്റെ ശക്തി ഇതാണെന്ന് കാണിക്കുന്ന ഈ ഓപ്പറേഷൻ നമുക്ക് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്നതാണ്. ബിക്കോസ് ഇത്രയും നമ്മൾ സ്ത്രീകൾ കൊടുക്കുന്ന വാല്യൂ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്ന ഒരു ഓപ്പറേഷനാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് മൈ കൺട്രി ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈ all my mothers and sisters and all the wives who sacrificed their life. അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഈ സങ്കടം മുഴുവൻ പേര് നടക്കുന്ന അവരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ. ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു സീ ദാറ്റ് ഇങ്ങനൊരു ഓപ്പറേഷൻ അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ ക്യാമ്പുകളെ മുഴുവൻ അടിച്ചു തകർക്കുന്നു. ഇനി കിട്ടാനുള്ള ആ 2 നേതാക്കന്മാർ ഹഫീസ് സയ്യിദും മറ്റവന്റെയും എല്ലാം അവൻ എവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. കാരണം കറാച്ചി പോലുള്ള സ്ഥലത്ത് ഇവരുടെ ആർമി ഹെഡ്ക്വാർട്ടർ തന്നെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കും. എന്നിട്ട് അവർ പറയും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളുടെ അടുത്തില്ല എന്നുള്ളത്. എന്തിനാ? ഇന്ന് ഞാൻ അവരുടെ ഫോറിൻ മിനിസ്റ്റർ സംസാരിക്കുന്നത് കേട്ടു, അട്ടാവുള്ള തരാറെന്നും പറഞ്ഞു. അവർ പറയുന്നത് ഇന്ത്യക്കാർ വന്ന് ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു. അതുപോലെ പള്ളി അടിച്ചു തകർത്തു. ഇത്രയും നാണം കെട്ടൊരു വർഗങ്ങളെ വരെ കണ്ടിട്ടില്ല. നമ്മൾ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും തകർത്തിട്ടില്ല. ഞങ്ങൾ ക്യാമ്പ് തകർത്തു. അവിടെ നിങ്ങൾ ഫാമിലിയോട് കൂടിയിട്ടാണെങ്കിൽ ഐ എം സോറി. നിങ്ങൾ ഫാമിലിയോട് കൂടിയിട്ട് ഇത് പണ്ട് പഞ്ചാബില് നമ്മുടെ മരിച്ചുപോയിട്ടുള്ള KPS ഗില്ല് ഓർഡർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എവിടെയെങ്കിലും ഒരു തോക്കുണ്ട്, അൺഓത്തറൈസ്ഡ് തോക്കുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള എല്ലാറ്റിനെയും തട്ടിക്കളാന്ന് പറയും. അങ്ങനെയാണ് അവിടുത്തെ മിലിറ്റൻസി മാഞ്ഞുപോയത്. അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ എൻജോയ് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ സ്ത്രീകൾ, ഞങ്ങളുടെ പെങ്ങന്മാടി അമ്മമാടി സിന്ദൂരം മായ്ക്കാൻ വേണ്ടി നീ അവിടുന്ന് വരുന്നുണ്ടെങ്കിൽ നിന്റെ സിന്ദൂരം മാഞ്ഞു പോകുന്നില്ല. ഞങ്ങൾ ഇന്റൻഷനലി അല്ല അത് ചെയ്യുന്നത്. ഞാൻ അതിന്റെ കൂട്ടത്തിൽ നിങ്ങളും പോയി എന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മൾ ഇന്നേവരെ ഒരു സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ പള്ളി പറയുന്നു, നീ അവിടെ ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ അത് നമ്മൾ പള്ളി നോക്കിയിട്ട് അടിച്ചൊന്നുമല്ല. അവന്റെയൊക്കെ മൈൻഡ് സെറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവരുടെയൊക്കെ സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിനകത്ത്, അതുപോലെ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ 3 ജെറ്റ് വിമാനങ്ങൾ തകർത്തു എന്ന്. എന്നാൽ രാത്രിത്തെ പ്രസ് റിപ്പോർട്ട് ഒരു ജേർണലിസ്റ്റായിട്ട് സംസാരിക്കുകയാണ്.
എവിടെ തകർത്തിരിക്കുന്നത്? ഇത് തകർത്താൽ നമ്മളറിയില്ലേ? ന്യൂസില്ലേ? ആ ജേർണലിസ്റ്റ് അവരോട് ചോദിക്കുന്നു, എവിടെയാണ് ഇതിന്റെ ഫോട്ടോഗ്രാഫ്? അത് ഞങ്ങൾ നാളെ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് ജനങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, അവരുടെ പ്രൊപ്പഗണ്ട കേട്ടിട്ടൊന്നും നിങ്ങൾ ഇളകണ്ട. ഈ 14 ദിവസം ഇന്ത്യ കാത്തിരുന്നെങ്കിൽ ഇന്ത്യയെ ശക്തിപ്പെടുത്തി ബോർഡർ മുഴുവൻ സീൽ ചെയ്തുകൊണ്ട് പിന്നീട് ഒരു അറ്റാക്ക് ആ കറക്റ്റ് സമയത്ത് അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. So, we should be proud of Major Ravi. our country, our government. Exactly what I had advocated last week. Hit hard, hit smart. I applaud the government and stand solidly with our armed forces. നോക്കൂ, രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ഭാഷ അന്തരങ്ങൾക്കപ്പുറത്ത് ഇന്ന് രാവിലെ നമ്മൾ എല്ലാവരും ഒന്നാണ്. 26 ജീവൻ, നിരപരാധികളായ 26 മനുഷ്യന്മാരെ അവരുടെ വേണ്ടപ്പെട്ടവരുടെ മുന്നിലിട്ട് നിസ്സഹായതയുടെ തോക്കിൻ മുൻപിൽ നിർത്തി വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഹൃദയത്തെ നോവിപ്പിച്ച ഒരു ആക്രമണമാണ്. മറ്റ് ആക്രമണങ്ങൾ പോലെ, ഇതുവരെ നടന്ന ആക്രമണങ്ങൾ പോലെ ആയിരുന്നില്ല അത്. നിസ്സഹായരായ സ്ത്രീകളെ സാക്ഷിയാക്കി അവരുടെ വേണ്ടപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലുന്ന ക്രൂരത, അതിനുള്ള ധൈര്യം കാണിച്ചെങ്കിൽ അതിനുള്ള മറുപടി പറയുക തന്നെ വേണം. ഈ ജനറൽ അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി, ജിഹാദി ജനറൽ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. അങ്ങനെ ഒരാളുടെ അവിവേക ബുദ്ധിക്ക് ഉള്ള മറുപടിയായി തന്നെ ഇത് കാണണ്ടേ? ഇപ്പൊ നമുക്ക് കിട്ടുന്ന പിന്തുണ, രാജ്യാന്തര തലത്തിൽ കിട്ടുന്ന പിന്തുണ എത്രത്തോളം ശ്രദ്ധേയമാണ്, പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണ? ബിക്കോസ് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ ഒരു നേതാവ്, രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയാണ്. ഈ ഇന്റർനാഷണൽ ഡീൽസ് മുഴുവൻ നടത്തുന്നത് ആ ഒരു വ്യക്തിയുടെ പ്രഭാവം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്ത് അവരെ കാണലും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളിലും പങ്കുചേർന്നുകൊണ്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാം. ഇത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പ്രധാനമന്ത്രി അവിടെ കറങ്ങുന്നു, ഇവിടെ കറങ്ങുന്നു, അവിടെ ഉണ്ടായിരുന്നില്ല, എവിടെ ഉണ്ട്? നോ, ഇതാണ് റിസൾട്ട്. ഇന്ന് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാഷ്ട്രം പോലും നമ്മളെ ഖണ്ഡിച്ച് സംസാരിച്ചിട്ടില്ല. 2 മണി കഴിഞ്ഞ് ഇപ്പം ഇത്രയും സമയമായിരിക്കുന്നു. ഇതുവരെയ്ക്ക് എല്ലാവരും സൈലന്റ്. വൈ? ബിക്കോസ് എല്ലാവരും നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ഡിപ്ലോമാറ്റിക്കൽ മൂവ് ഓഫ് എ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ തലവൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഷുഡ് ബി ഓൾവേസ് ഇൻ ഗുഡ് റിലേഷൻ വിത്ത് അതർ കൺട്രീസ്. അപ്പൊ ആ സമയത്ത് നമുക്ക് എപ്പോഴാണ് ഇതുപോലൊരു ഇവൻച്വാലിറ്റി വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ആ ഒരു സൗഹാർദ്ദം, അതുപോലെ അവർക്ക് വല്ല വിഷമങ്ങളും വരുന്ന സമയത്ത് നമ്മളതിനെ കൃത്യമായിട്ട് ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ സപ്പോർട്ട് ചെയ്യണ്ട എന്നുള്ളത് നമ്മൾക്ക് ആ ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം നമ്മൾ എടുക്കുമ്പോഴാണ് മറ്റു രാജ്യങ്ങൾ നമുക്കിതുപോലൊരു അവസ്ഥ വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി പാകിസ്ഥാൻ ഈസ് ദ റോങ് പ്ലേസ്. അവർ വന്ന് നമ്മുടെ മണ്ണിൽ വന്നുകൊണ്ട് നമ്മുടെ 26 പേരെ മരിച്ചു, അതും നിസ്സഹായരായിട്ടുള്ള ആളുകളെ അവരെ കൊന്നുകൊണ്ട് അവർ തിരിച്ചു പോയിരിക്കുന്നു. അപ്പൊ ഇത് നോ കൺട്രി വിൽ അക്സെപ്റ്റ് ഇറ്റ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ശക്തമായിട്ട് നിൽക്കുന്നതും നമുക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് യാതൊരു പ്രശ്നവുമില്ല. ഇത് ചെയ്യരുത്, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു, അവരും ഉണ്ടായിരിക്കുകയാണ്. ഇനി പാകിസ്ഥാൻ റിട്ടാലിയേറ്റ് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള റിട്ടാലിയേഷൻ ഡബിളായിട്ട് നമ്മൾ ഇവിടെ അങ്ങോട്ട് കൊടുക്കും. ഇത് കൊടുക്കുമ്പോഴത്തേക്കും പിന്നീട് പാകിസ്ഥാൻ ഓടും, UN-ലേക്ക് ഓടും, അമേരിക്കയുടെ അടുത്തേക്ക് ഓടും, പലയിടത്തേക്ക് ഓടും, ഞങ്ങളെ രക്ഷിക്കണം, ഇന്ത്യ ഇത് ആക്രമിക്കുന്നു. അത്രയ്ക്കങ്ങ് പോയില്ല. ഇതൊരു 4-5 ദിവസത്തിനകത്ത് തീരാവുന്ന ഒരു സംഭവമായിട്ടങ്ങ് എനിക്ക് തോന്നുള്ളൂ. ബിക്കോസ് ഈ പറച്ചിലേ ഉള്ളൂ പാകിസ്ഥാന്. ഞങ്ങൾ ഇപ്പൊ വെടിവെക്കും, ഇപ്പൊ കൊല്ലും, ഈ പറഞ്ഞിരുന്നിട്ട് നിങ്ങൾ 14 ദിവസമായിട്ട് എന്തേ ഒന്നും ചെയ്യാതിരുന്നത്? കാരണം നിങ്ങൾക്കറിയാമായിരുന്നു ഇന്ത്യ അറ്റാക്ക് ചെയ്യുമെന്നുള്ളത്. അതിന് നിങ്ങൾ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു ഡിറ്ററന്റ് ആയിട്ടാണ് നിങ്ങൾ പറഞ്ഞിരുന്നത്. ഞങ്ങൾ അണുവായതുകൊണ്ട് മറ്റതുണ്ട്. അത് നിങ്ങളുടെ രാജ്യത്തെ രാഷ്ട്രീയക്കാർ പോലും നിങ്ങളുടെ മിലിറ്ററിക്കാരെ ഖണ്ഡിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ അണുവായതുണ്ടെന്നൊക്കെയാണോ ഇന്ത്യയോട് പറയുന്നത്? വൈ ആർ യു പ്രൊവോക്കിംഗ് ദിസ് കൺട്രി എന്ന് അവരുടെ രാഷ്ട്രീയക്കാരും ചോദിച്ചിട്ടുണ്ട്, ജനങ്ങളും ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ ആ ജനങ്ങളെ കൊണ്ട് ചോദിപ്പിച്ചതും നമ്മൾ തന്നെയാണ്. അവർക്ക് പോകേണ്ട വെള്ളം, സപ്ലൈ, വാട്ടർ, റൈസ് എന്ന് പറഞ്ഞ ഫുഡ് ഐറ്റംസ്, ഇതിനെല്ലാം ബ്ലോക്ക് ഇട്ടപ്പം ജനങ്ങൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ജനങ്ങൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് പറഞ്ഞു? നിങ്ങൾ കാരണമാണ്, നിങ്ങൾ ഈ മിലിറ്ററിക്കാർ പോയിട്ട് അവിടെ പോയിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മൾ ഇത് അനുഭവിക്കുന്നത്. സോ ദേ സ്റ്റാർട്ടഡ് ടേണിംഗ് ടുവേഴ്സ് ആർമി. അതാണ് ദാറ്റ് ഈസ് വാട്ട് ഇന്ത്യ വാണ്ടഡ്. നിങ്ങൾ ലോക്കൽസിന്റെ ശത്രുത നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വി വൺ ദ ബാറ്റിൽ. നിങ്ങളത് ട്രൈ ചെയ്ത് ഇവിടെ വന്നിട്ട് ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അതിവിടെ ഏറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അപ്പുറത്ത് അത് ഏറ്റു. കാരണം ഞങ്ങൾ ചെയ്ത പണിയിൽ നിങ്ങളുടെ ലോക്കൽ ജനങ്ങൾ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടുണ്ട്.
സോ ദാറ്റ് ഈസ് വാട്ട് ഇന്ത്യ ഹാസ് ഡൺ ഡിപ്ലോമാറ്റിക്കലി. ഈ 14 ഡേയ്സ് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാണ് ഇന്നലെ രാത്രി 1:30 മണിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും വികാരഭരിതരായിട്ട് പലതും സംസാരിക്കുന്നതിന് മുന്നേ ഒരു ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ വിടും. അവിടെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇത് ചെയ്തില്ല, അത് ചെയ്തില്ല, അവിടെ പോയി ഇവിടെ പോയി. നോ, ദി ആർ ഓൾ ഡൂയിങ് ഇറ്റ്. ഇത് ഒരാൾ മാത്രമല്ല, ഇറ്റ്സ് എ ടീം വർക്ക്. നമ്മൾ ഈ 9 കേന്ദ്രങ്ങളിൽ കൃത്യമായി ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ശ്രീ മേജർ രവി, അതിൽ താങ്കൾക്ക് ഈ പ്രത്യേകിച്ചും ആ ടെറൈനെ പറ്റിയുള്ള കൂടുതൽ ധാരണ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഞാൻ രാവിലെ തൊട്ട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ് കേട്ടോ. രാവിലെ പുലർച്ചെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തൊട്ട് അദ്ദേഹത്തെ വിളിക്കുന്നതാണ്. ശ്രീ മേജർ രവി, ഞാൻ ചോദിക്കുന്നത് വേറൊന്നല്ല, ഈ മെൻഡർ അഖ്നൂർ സെക്ടറിൽ അവിടെ ഇപ്പോഴും അതിഭീകരമായിട്ടുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അവിടുത്തെ ഒരു ടെറൈൻ എങ്ങനെയാണ്? അവിടുത്തെ ടെറൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലെയിൻ ഏരിയ. ഞാൻ അവിടുത്തെ മിലിറ്ററി ഇന്റലിജൻസ് ഓഫീസറായിരുന്നു ഈ അഖ്നൂറിൽ. അപ്പൊ നമ്മൾ ഈ പാലം കടന്നിട്ട് അപ്പുറത്തോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് പലംവാല ആ സെക്ടറിലോട്ടാണ് പോകുന്നത്. ഈ പലംവാല സെക്ടറിലൊന്നും ഒരു മൗണ്ടൻസും ഇല്ല. നല്ല റിവേഴ്സും അതുപോലെ തന്നെ ഡ്രൈ റിവേഴ്സ്, വെള്ളം ഒഴുകുന്ന റിവേഴ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്ലെയിൻ ഏരിയയിലാണ് പോകുന്നത്. അവിടെയൊക്കെ നമുക്ക് ടാങ്ക് ഓപ്പറേഷൻസ് നടത്താം. ആമഡ് ടാങ്ക്, ഈ പാറ്റൺ ടാങ്കും ഇതെല്ലാം നമ്മൾ കണ്ടുകാണല്ലോ, ചെയിനുള്ള ടാങ്കുകൾ. ഇതൊക്കെ അവിടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ്. അത് അവിടെ വന്നിട്ട് അഖ്നൂറും പല്ലാംവാലയും ഈ സെക്ടറിലൊക്കെ നമുക്ക് ടാങ്ക് പാകിസ്ഥാനിലേക്ക് ക്രോസ് ചെയ്ത് അങ്ങ് കയറി പോവാം. അങ്ങനെയുള്ള പ്ലെയിൻ ഏരിയ ആണത്. അപ്പൊ പ്ലെയിൻ ഏരിയയിലാണ് ബേസിക്കലി ടാങ്കുകൾ യൂസ് ചെയ്യുന്നത്. മൗണ്ടൻസിൽ ടാങ്കുകളെ കൊണ്ട് വലിയ കാര്യമില്ല. അപ്പം ഈ സെക്ടറിൽ എപ്പോഴും ഷെല്ലിങ് നടക്കാറുണ്ട്. ഇതൊരു പുതുമയല്ലാതെ. ആ ഷെല്ലിങ് നടക്കുന്നത് നമുക്കും അറിയാം, ഇന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ ആൾക്കാർക്കും അറിയാം ഒരു ഷെല്ലിങ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവരോട് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് പലംവാല സെക്ടറിലും ഈ അഖ്നൂർ സെക്ടറിലും മേണ്ടറിലും ഇതൊക്കെ നടക്കുന്നത് ഇത് യൂഷ്വൽ സംഭവമാണ്. അവരുടെ ഹിഡൻ ആയിട്ടുള്ള ഗണ്ണുകൾ അവിടെയുണ്ട്. അപ്പുറത്തിരിക്കുന്ന ചെറിയ ചെറിയ മൗണ്ടൻസിനുള്ളതൊക്കെ നമുക്കറിയാം. അത് തകർക്കാവുന്നേ ഉള്ളൂ അത്. അപ്പൊ ഇങ്ങനെ അവർ ചെറിയ ഷെല്ലിങ് നടത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വേറൊരു പ്രകോപനമായിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് എ വെരി പ്ലെയിൻ ഏരിയ. റിവറിൽ കൂടെ നമുക്ക് നോർമലായിട്ട് വണ്ടി ഓടിച്ചു പോവാം, ടാങ്ക് ഓടിച്ചു പോവാം. പിന്നെ ചില റിവേഴ്സ് നമ്മൾ ഇപ്പുറത്തുനിന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനിലോട്ടും ചെന്ന് ചേരാവുന്ന റിവേഴ്സിന്റെ ടേണിങ്സ് ഉണ്ട്. അവിടെയൊക്കെ ഇഷ്ടംപോലെ സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട്, പല നുഴഞ്ഞുകയറ്റങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ആ ഏരിയയിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ BSF ഉണ്ട്. ബിക്കോസ് ഇത് രണ്ടും കൂടെ ചേരുന്ന സ്ഥലമാണ്. ബോർഡർ എൻഡ്സ് ആൻഡ് LOC സ്റ്റാർട്ട്സ്. ഇതാണ് ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത. ഒരു പെർട്ടിക്കുലർ ഏരിയ വരയ്ക്ക് ബോർഡറുണ്ട്. ബോർഡർ കഴിഞ്ഞാൽ പിന്നീട് ഈ LOC ലൈൻ ഓഫ് കൺട്രോൾ, അവിടെ പിന്നെ ഓബ്വിയസ് ആയിട്ടുള്ള ഒരു ഗാർഡ്സിനെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതങ്ങനെ കയറി മൗണ്ടൻസിലോട്ട് കയറിപ്പോയിട്ടാണ് കാശ്മീരിലോട്ട്. അവിടുന്ന് നേരെ അഖ്നൂറിന്ന് സുന്ദർബനി, സുന്ദർബനിയിൽ നിന്ന് നഗ്രോട്ടിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ രജോറിയിൽ നിന്ന് പൂഞ്ച്, ഇങ്ങനെ പോകും. അപ്പൊ അത് അവിടെയെല്ലാം മൗണ്ടൻസ് ആണ്. ഇത് താഴത്തുള്ള ഒരു താഴ്വാരമാണ്. ഇവിടെ ഒരു ടാങ്ക് ബാറ്റലിന് എല്ലാ സാധ്യതകളും, എല്ലാ വിധത്തിലുള്ള അവിടെ ടാങ്ക് യൂണിറ്റുകളുണ്ട്, ഇതെല്ലാം ഉള്ളതാണിത്. അതുകൊണ്ട് ആ ഏരിയയിലത്തെ ഷെല്ലിങ് കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട, അത് യൂഷ്വലാണത്. റൈറ്റ്. ഇതിനോട് ചേർത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ നമ്മളിപ്പോ ഈ 9 ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു, 17 ഭീകരരെ കൊന്നു എന്നുള്ള വിവരങ്ങളാണല്ലോ നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാന്റെ ഒരു ലൈൻ സ്ട്രെച്ച് നോക്കുമ്പോൾ അതൊരു കിലോമീറ്റേഴ്സ് നീളുന്ന ഒരു സ്ട്രെച്ചാണ്. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് അത് വലിയൊരു ജാഗ്രത കൂടി പുലർത്തേണ്ട സാഹചര്യം കൂടി ഉണ്ടല്ലോ അല്ലേ? ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് പൂഞ്ച് രജോറി സെക്ടറിന്റെ ഓപ്പോസിറ്റിൽ. അവിടെ 2 അറ്റാക്ക് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഇങ്ങോട്ട് ഈ രജോറിയിൽ നിന്ന് ഇങ്ങനെ താഴ്ത്ത് വരുമ്പോൾ നഗ്രോട്ട അഖ്നൂർ വരയ്ക്ക് LOCയുടെ സ്ഥലത്താണ് ഈ 6 അറ്റാക്ക് നടന്നത്. അപ്പൊ LOC എന്ന് പറയുന്നതിന്റെ അപ്പുറത്ത് എന്താണ്, പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരാണ്. അവിടെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് അത് പക്ക പെർമനന്റ് മിലിറ്റന്റ് ക്യാമ്പുകളാണ്. ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലാണ് ഈ മിലിറ്റന്റ് ക്യാമ്പുകാരും അവർ ഈ കോഴിമുട്ട ഇട്ടിട്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അവിടെയാണത്. ആ 6 സ്ഥലമാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ 3 താഴത്താണ്, അത് ബോർഡറിന്റെ അപ്പുറത്താണ്. അവിടെ ബോർഡറിന്റെ അപ്പുറത്തെന്ന് പറയുന്ന സമയത്ത് അതൊരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഞങ്ങൾ ഈ മിലിറ്റന്റ് ക്യാമ്പുകൾ അടിച്ചു, അപ്പുറത്തുള്ള അറ്റാക്കുകൾ ഓരോരോ അറ്റാക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഒരു സാമ്പിൾ ഡോസ് കൊടുത്തിട്ട് പോന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെയധികം കൃത്യതയോടുകൂടി തന്നെയാണ് മിലിറ്റന്റ് ക്യാമ്പുകൾ അടിച്ച് തകർത്തിരിക്കുന്നത്. ആ 6 പോയി കഴിഞ്ഞ് ഇനിയിപ്പോൾ ആ 2 നേതാക്കന്മാരെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു തീരുമാനമായി
ഇനി ഇവന്മാരുടെ മിലിറ്റൻസിക്ക് ഇനി വേറൊരു ലീഡർ വളർന്ന് വന്ന് അവനെ കൊണ്ട് വരുന്നവരയ്ക്ക് കുറച്ച് സമയമുണ്ട്. അപ്പം അതിനു മുന്നേ ഈ സ്ഥലങ്ങൾ മുഴുവൻ അങ്ങ് വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സിന്ദൂരം വിതറിക്കൊണ്ടങ്ങ് പോരാൻ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നതും. അതിൻ്റെതായിട്ടുള്ള കാലത്ത് നിങ്ങളൊക്കെ വിളിച്ച സമയത്ത് പെട്ടെന്നൊരു ഷോക്കാണെങ്കിലും പിന്നീട് സന്തോഷമാണത്. ആ പേര് കേട്ടപ്പോഴാണ് ഏറ്റവും അധികം സന്തോഷം വന്നത്. സോ വി ഹാവ് ഡൺ വാട്ട് വി ആർ സപ്പോസ് ടു ഡു ഇറ്റ്. ദോ നമ്മൾ 14 ദിവസം വെയിറ്റ് ചെയ്തെങ്കിൽ അതിന് ഇപ്പം ജനങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടിക്കാണും. എന്തിനാണ് ഈ 14 ദിവസം വെയിറ്റ് ചെയ്തതെന്ന്. ഇതൊരാളുടെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമല്ല, ഇതൊരു കൂട്ടായ ഫോഴ്സിന്റെ ഒരു തീരുമാനങ്ങളാണ്. ആ തീരുമാനത്തിന് അതിന്റെ കോർഡിനേഷൻ, അത് ഡൽഹിയിൽ നിന്ന് കോർഡിനേഷൻ വരണം. അത് കഴിഞ്ഞ് ലോക്കലായിട്ടുള്ള ആർമി കമാൻഡ് നിന്ന്, നോർത്തേൺ കമാൻഡ് ഉധംപൂരിൽ നിന്ന് പിന്നെ ഇത് ട്രിക്കൽ ചെയ്ത് ഓരോ കോറ് ഡിവി ഇതെല്ലാം വരുമ്പോഴത്തേക്കും ഇറ്റ് ടേക്സ് ടൈം. അപ്പം എല്ലാവരുടെയും കംപ്ലീഷൻ റിപ്പോർട്ട്, ഓക്കെ സർ മൈ ഏരിയാസ് ഫുള്ളി സെക്യൂർഡ്, എനി അറ്റാക്ക് കംസ് വിൽ ബി ഏബിൾ ടു ഫേസ് ഇറ്റ് എന്ന് കിട്ടുന്നതിന് ശേഷമാണ് ഇന്ന് ഈ 7-ാം തീയതി കാലത്ത് ആ ഫസ്റ്റ് സ്ട്രൈക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഈ 15 ദിവസവും വിറപ്പിച്ച് നിർത്തി. ഈ 15 ദിവസവും പാകിസ്ഥാൻ ഓരോ നിമിഷവും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ അടി വരും. ഒരുപക്ഷെ ഒരടി കിട്ടുന്നതിനേക്കാൾ പേടിപ്പിക്കുന്ന സാഹചര്യമാണ് എപ്പോൾ അടി വരും, എവിടെ അടി വരും എന്ന് അറിയാതിരിക്കുന്നത്. അതിലേറെ ഭീകരമായ ഒരു അവസ്ഥയാണ്. ആ തരത്തിൽ നോക്കിയാൽ അവരുടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുള്ള ഓരോ ഈ അത്തത്തുള്ള തരാർ തന്നെ നേരത്തെ ഒരു ദിവസം വന്ന് പറഞ്ഞു, ഞങ്ങളെ ആക്രമിക്കും, എപ്പോൾ വേണമെങ്കിൽ ആക്രമിക്കും, യുദ്ധത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ എന്നൊക്കെ പറയുകയുണ്ടായി. ആ തരത്തിൽ ഇവരെല്ലാം വരണ്ടിരിക്കുകയായിരുന്നു. ഭീകരവാദ കേന്ദ്രങ്ങളിലേക്ക് തന്നെ അടി വരുമെന്ന് ഉറപ്പായിരുന്നു. സയ്യിദ് മസൂദിനൊക്കെ സയ്യിദ് മസൂദ് അല്ലല്ലേ, അത് മറ്റേ സിനിമയിലെ നായകന്, ക്ഷമിക്കണം, മസൂദ് അസറിനൊക്കെയുള്ള സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അത് എവിടെ പ്രതീക്ഷിച്ചോ അതിനോ അപ്പുറത്ത്, ഒരുപക്ഷെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ സങ്കല്പിക്കാവുന്നതിനും അപ്പുറത്ത് കൃത്യമായി ഇപ്പോൾ ഓരോ കേന്ദ്രങ്ങളുടെയും പ്രത്യേകതയൊക്കെ, ഈ ബഹാവുൽപൂരിലെ കേന്ദ്രത്തിന്റെയൊക്കെ പ്രത്യേകത വരുമ്പോൾ 100-300 ഏക്കറിൽ കിടക്കുന്ന സ്ഥലം, അവിടെ സ്വിമ്മിംഗ് പൂൾ, പരിശീലന കേന്ദ്രം, ജിം, അങ്ങനെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മുട്ട വെച്ച് വിരിയിച്ചെടുക്കുന്നത് പോലെ തീവ്രവാദികളെ ഉണ്ടാക്കുന്ന കേന്ദ്രമൊക്കെ ആക്രമിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് അല്ലേ? ഒരു സംശയമില്ല. ബിക്കോസ് ഇവർ ബേസിക്കലി ഇവരുടെ കച്ചവടം എന്താണ്? ഇവരുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് ടെററിസം, അതുപോലെ തന്നെ ഡ്രഗ്സ്. ലോകത്തിന്റെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള ഈ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടുന്നതാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇവിടുന്ന് ഇത് വെച്ചിട്ടായിരുന്നു ഇവരുടെ കച്ചവടം മുഴുവൻ നടത്തിയിരുന്നത്. പിന്നീട് ഇവർക്ക് തന്നെ സ്റ്റേബിലിറ്റി ഇല്ലാത്തൊരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ എപ്പോഴും പേടിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് പട്ടാളക്കാരാണ്. അവിടുത്തെ രാജാക്കന്മാരെന്ന് പറയുന്നത് അവിടുത്തെ പട്ടാളക്കാരാണ്. ഇതുപോലെ ഇത്രയും സെൽഫിഷായിട്ടുള്ള സുഖലോലുപരായിട്ടുള്ള ആളുകൾ വേറെയില്ല. നമ്മുടെ ഓഫീസേഴ്സ് അവിടത്തേക്ക് പലരും പറയും, മറ്റേ പാകിസ്ഥാനി ജവാൻസ് ഒക്കെ പറയാറുണ്ട് പലപ്പോഴും, സാബ്ജി आपका हिंदुस्तान का जो फौज है ना उस जैसा फौज होता तो बस हम भी आपका जैसा होना था. हमारे जो ऑफिसर्स है ना ये तो അയ്യാഷി में लगा हुआ है എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓഫീസേഴ്സിന് തിന്നാ കുടിക്കുക പെണ്ണ് ഇതൊക്കെ തന്നെയാണ്. ബാക്കി പട്ടാളക്കാർ മാത്രം പാവപ്പെട്ടവർ പണിയെടുക്കുന്നു. പക്ഷെ ഇന്ത്യയിലത്തെ അതങ്ങനെയില്ല. ഇന്ത്യയിൽ ഓരോരുത്തരും ഇവിടെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഗ്രൗണ്ടിൽ പോയി നോക്കൂ, അവിടെ പോയി കഴിഞ്ഞാൽ ഓഫീസറെന്നോ ജവാനൊന്നുമില്ല. ഓഫീസറിന്റെ ഓർഡർ കിട്ടാൻ വേണ്ടി ജവാൻ കാത്തിരിക്കുകയാണ്. പിന്നെ എല്ലാവരും പോകുന്ന സമയത്ത് ഒരുമിച്ചിട്ടാണ് കയറുകയാണത്. അവിടെ ഓഫീസർ പിറകിൽ നിന്നു ബാക്കിൽ നിന്നു മുമ്പിൽ നിന്നു ഒന്നുമില്ല, ആര് മുന്നേ പോയി. അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊരു യുദ്ധം അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ കഴിയുന്ന സമയത്ത് ഈക്വലായിട്ട് പലയിടത്തും നമ്മൾ കാണുന്നതാണ്, ഓഫീസേഴ്സും ഇഷ്ടംപോലെ മരിക്കുന്നുണ്ട്, ജവാൻസും മരിക്കുന്നുണ്ട്. ഈ സംഭവമാണ് എന്നും ഇന്ത്യക്ക് ഒരു സ്ട്രെങ്ത് കാണുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ എ വീക്ക് നേഷൻ. എന്തുകൊണ്ടും അവർ വീക്കായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇന്ന് ഫൈനാൻഷ്യലി ദേ ആർ വീക്ക്. അതുപോലെ തന്നെ അവർക്ക് ഇപ്പം എന്താണ്, ടെററിസ്റ്റുകളെ വിൽക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന ആ ജയിൽ പുള്ളികൾ കുറഞ്ഞു. പണ്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ അവിടെ നിന്നുണ്ടായിരുന്ന ജയിൽ പുള്ളികളെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ അവർക്ക് തുച്ഛം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെ കിട്ടും. അവരെ കൊണ്ടുവന്ന് കാശ്മീരിൽ കൊണ്ടുവന്നിട്ട് ലോഞ്ച് ചെയ്യിപ്പിക്കും. കാശ്മീരിൽ കൊണ്ടുവന്നിട്ട് ഈ ടെററിസം മുഴുവൻ നടത്തിയിരുന്ന അവന്മാരാണ്. അപ്പോൾ അവന്മാരെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിന്റെ ലിബറേഷൻ കിട്ടുക അല്ലെങ്കിൽ കാശ്മീരിന്റെ സംഭവം അതൊന്നുമല്ല അവരുടെ ഇൻട്രസ്റ്റ്. അവരിവിടെ വരുന്നു, അവർ പൈസയായിട്ട് വരുന്നുണ്ട്, അവർക്ക് കശ്മീരി പെൺകുട്ടികളെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒളിച്ചു നടക്കാനും ഇതിനൊക്കെയായിട്ടുള്ളൊരു നല്ലൊരു സ്ഥലം, ചത്ത ചത്തു ഇല്ലെങ്കിൽ ഇല്ല. അതായിരുന്നു അവിടുത്തെ കശ്മീരി മിലിറ്റൻസി. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായത് എപ്പോഴാണ്? കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ടാണ് ഇതൊക്കെ മനസ്സിലാവുന്നത്. കാരണം ഈ ആളുകൾ ഇങ്ങോട്ട് വരാതായപ്പോഴത്തേക്കും പാകിസ്ഥാന്റെ എക്കണോമീനെ നമ്മൾ തകർത്തുകൊണ്ടും
ഇപ്പം നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എന്നെ ഡിബേറ്റിൽ പറയാതെ ഇപ്പം ഈ ഡിമോണിറ്റൈസേഷൻ ഡിമോണിറ്റൈസേഷൻ നമ്മുടെ പാകിസ്ഥാനിൽ അവിടെ ഒരു ഫാക്ടറി ആയിരുന്നു ഇന്ത്യൻ കറൻസി ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കള്ളപ്പണം എവിടെ മറിച്ച് ഇവിടുത്തെ കള്ളപ്പണം അല്ലായിരുന്നു നമ്മുടെ ടാർഗറ്റ്. ആക്ച്വലി ടാർഗറ്റ് ഇപ്പം ഇവിടുത്തെ ആണെങ്കിലും അവിടുത്തെ അവൻ്റെയാണ് നട്ടലൊടിഞ്ഞു പോയത്. അതിലും ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വിറ്റിട്ടുള്ള പഴയ മെഷീൻസ് ഇത് ഫോറിൻ കൺട്രീസിൽ നിന്ന് യുവന്മാർ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ കറൻസി നോട്ടടിച്ചുകൊണ്ട് നമ്മുടെ ഇംബാലൻസ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ സിറ്റുവേഷനൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് പാകിസ്ഥാൻ ഇപ്പം നട്ടലൊടിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കാര്യമില്ലാതെയാണ് ആ 4 പേര് അവിടെ വന്നുകൊണ്ട് പേൽഗാമിൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്തു പോയത്. ഒരുപക്ഷെ പാകിസ്ഥാൻ്റെ നാശത്തിന്റെ സമയമായിരിക്കുന്നു. അതായിരിക്കാം ഈ സമയത്ത് നമുക്ക് നാശനഷ്ടം വരും. ഒരു യുദ്ധത്തിലോട്ടങ്ങ് പോവുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഈ വാക്ക്, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ചിലപ്പോൾ എൻ്റെ ജീവൻ പോവാം. ഞാനിവിടെ ഇപ്പോൾ റിട്ടയർ ആയിട്ടിരിക്കുന്നു, പക്ഷെ ഒരു ബോംബോ ഷെല്ലോ ഇവിടെ എവിടെയെങ്കിലും വന്നു വീണ് കഴിഞ്ഞാൽ ഓക്കെ, മൈ ഫാമിലി ഷുഡ് നോട്ട് ക്രിപ്പ്, ഇന്ത്യ യുദ്ധം ചെയ്തുകൊണ്ടാണെന്നുള്ള പറയരുത്. കാരണം നമ്മുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നത്. കാരണം നമ്മുടെ ആൾക്കാർ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ വന്ന് കൊന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതികാരം ഒരു രാജ്യം എന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കും. അത് ചെയ്യുമ്പോൾ ചിലപ്പം നമുക്കും കിട്ടും എൻ്റെ അടി. അതിന്റെ പാകപാക്കാവുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ ജീവൻ പോലും കളഞ്ഞാലും ശരി, യെസ് എൻ്റെ കൺട്രി ഈസ് പ്രൗഡ് കൺട്രി എന്ന് പറയണമെങ്കിൽ നമ്മളതിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത് എവിടെ എന്ത് എന്നുള്ളത് അറിയില്ല. പണ്ടത്തെ കാലമല്ല. ഇന്ന് അവിടത്തേക്ക് മിസൈലുകൾ എന്ന് പറഞ്ഞാൽ അത് കേരളം വരയ്ക്കും ശ്രീലങ്ക വരയ്ക്കും പോകാൻ കേൾപ്പുള്ള മിസൈലുകളുണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് വന്നാലും ശരി, വി ഹാവ് ടു സ്റ്റാൻഡ് വിത്ത് ദ കൺട്രി. രാഷ്ട്രീയം ഇനിയും മറന്നു വയ്ക്കും കുറച്ചു കാലത്ത്. ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇതെല്ലാം BJP ഇതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് വി ആർ ഓൾ ടുഗദർ വൺ ഇന്ത്യൻ. ആ ഒരു അഭിമാനത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും താങ്കൾ ഒരു യാത്രയിലാണെന്ന് അറിയാം, കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ ഒരു 3 ത്രിതല അല്ലെങ്കിൽ എന്താ പറയാ സംയുക്ത സേന ആക്രമണമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ താങ്കൾക്ക് ആ ടെറൈൻ കൃത്യമായി അറിയാമെന്നുള്ളതുകൊണ്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായി ഇടപെട്ടത് ആരായിരിക്കും? അത് ആർമിയുടെ ട്വീറ്റാണ് കണ്ടത്, നേവിയുടെ എയർഫോഴ്സിന്റെ നമ്മൾ കണ്ടില്ല. അപ്പോൾ കൂടുതൽ കൂടെ ഉണ്ടായിരുന്നു, ആർമി ആ ആക്രമണം നടത്തി, അങ്ങനെയാണോ? ഇല്ല, അല്ലല്ല, അവിടെ നേവിക്ക് ഇപ്പൊ പ്രസക്തിയില്ല. ഒരു ഫുൾ ഫ്ലെജ് വാർ പോലെ വരുമ്പോഴാണ് നമുക്ക് കറാച്ചി ഇതൊക്കെ ഇൻവോൾവ് ആയി. ഇപ്പൊ ഇരിക്കുന്ന സ്ഥലത്ത് മാക്സിമം ഇപ്പൊ ചെയ്തിരിക്കുന്ന എയർ അറ്റാക്കാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്തിട്ട് പിന്നെ ഗ്രൗണ്ട് അറ്റാക്ക് നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ല. ക്രോസ് ചെയ്യാതെ നമ്മുടെ ആർട്ടിലറി ഉണ്ട്, ആർമഡ് ഉണ്ട്, ഇവരെല്ലാം കൂടെ അറ്റാക്ക് ചെയ്ത്. അപ്പൊ ഈ 2 വിങ്ങാണ് ഇപ്പൊ കറക്റ്റായിട്ട് അവിടെ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്, നാശങ്ങൾ വരുത്തിയിരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഇൻഫൻട്രി ഉള്ളിലോട്ട് കയറുന്നത്. അപ്പൊ അത് കാലാൾപ്പട എന്ന് പറയുന്ന ഈ സംഭവം അപ്പോഴാണ് നമ്മളൊരു ഫുൾ ഫ്ലെജ് വാറായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഇപ്പോൾ ഒരു സെമി സർജിക്കൽ സ്ട്രൈക്ക് ഇതൊക്കെ ഈ ഒരു ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എങ്കിൽ പാകിസ്ഥാന് കുറച്ചുകൂടെ കാലം ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് അവരായിട്ട് ഇനി ബുദ്ധികേടുകളൊന്നും കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതൊരു 4-5 ദിവസത്തിനകത്ത് കൊടുക്കാനുള്ള മറുപടി കൊടുത്തു. അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇനി വേറൊരു സ്ഥലത്തേക്ക് പോകണം, അതുകൊണ്ടാണ്. റൈറ്റ്, താങ്ക് യു സോ മച്ച് മേജർ രവി. എന്താണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് അറിയേണ്ടിയിരുന്നത് ആ ടെറൈനെ പറ്റിയും അതിന്റെ സാങ്കേതിക വശങ്ങളെ പറ്റിയുമായിരുന്നു. അതിന്റെ